ടീം ഈ പ്രാവശ്യം നമുക്കുണ്ട്. എം പി പാസ്റ്റർ ബിനോയുടെ നേതൃത്വത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കോൺഫറൻസ് അവൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തന്മാരെ ഇവിടെ കൊണ്ടുവന്നു. ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ദൈവഭക്തന്മാരെ കൊണ്ടുവന്ന് നമുക്കും നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമായ ആത്മീയ ദൂതുകൾ ഇവിടെ വാരി വിതറുമ്പോൾ ഹല്ലേലൂയ, അത് കേട്ട് അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു പാസ്റ്റർ ജെയിംസ്. കരങ്ങളെ തട്ടി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. പുതിയ തലമുറയ്ക്കായി നമുക്ക് കാര്യങ്ങളെ കുറിക്കാം. ഉയർച്ചയിലേക്ക് കർത്താവ് വരുത്തുമാറാകട്ടെ. നമ്മൾ ഈ സമയം കർത്താവിൻ്റെ രാജ്യത്തിനായി വിതയ്ക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ എടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. ആ സമയത്ത് ബ്രദർ ബ്ലസ്സൻ വർഗീസ് പ്രേയർ ഗാർഡൻ ദയവായി മുൻപോട്ട് കടന്നു വരും. ഈ സമയത്ത് നിങ്ങൾക്ക് ബാർകോഡുകൾ, അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഫ്രീ ആയി നിങ്ങൾ ഫുൾ ഡേ പാർക്ക് ചെയ്യുന്നു. 3 നേരം അനുഗ്രഹിക്കപ്പെട്ട ഭക്ഷണങ്ങൾ തരുന്നു. എല്ലാവിധത്തിനും പോഷകാഹാരം അല്ലേ, 2 ശരീരം, ഒന്ന് ഫിസിക്കൽ ബോഡി ആൻഡ് സ്പിരിച്വൽ ബോഡി, രണ്ടും ഇതുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഒരിടം വേറെ എവിടെയുമില്ല. മലയാളി പെന്തക്കോസ് അസോസിയേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ വാലറ്റ് പേപ്പർ ദയവായി നിങ്ങളുടെ കയ്യിൽ എടുക്കുക. നമുക്കെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. ഗാനങ്ങൾ പാടാൻ പോകുകയാണ്. വേഗത്തിൽ വേഗത്തിൽ പ്ലീസ് ടേക്ക് കെയർ ഓൾ വാലറ്റ്സ്. നിങ്ങൾ വിതച്ചാൽ നിങ്ങൾ കൊയ്യും. കർത്താവേ, വാലറ്റുകൾക്കായി സാമ്പത്തികങ്ങൾക്കായി ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സ്തോത്രം പറഞ്ഞേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഒരു ഗാനം നമുക്ക് കേൾക്കാം. മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്.
സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഈ നേരം നീയാണെന്നെല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ്, ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. താങ്ക് യു ബ്ലസ്സൻ വർഗീസ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി കർത്താവ് അനുഗ്രഹദാസനെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയുമില്ല. ഞാൻ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ എനിക്കും ആയിരിപ്പം കർത്താവ് കൃപ ചെയ്തു. എന്നാൽ MBAയുടെ 22ാമത്തെ നാഷണൽ കോൺഫറൻസിൽ കർത്താവ് ദാസൻ സ്പീക്കറായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുവാൻ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പ്ലീസ് സ്റ്റാൻഡ് യുവർ ഫീറ്റ്. എൻ്റെ കരങ്ങളെ തട്ടി കർത്താവ് ദാസനെ വെൽക്കം ചെയ്താൽ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ. പ്രൈസ് ലോർഡ്. കരമുടിയത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ അനുഗതമായ അവസരത്തിനായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ അഭിഷിക്തന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ പകലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് വാഴ്ത്തലർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ വിൽസൺ എബ്രഹാം അവர்கள், അനുഗ്രഹീത പ്രഭാഷകർ, ഗായകനും എഴുത്തുകാരനുമായ പ്രിയ ബ്ലസ്സൻ മേമനെ അവர்கள், പ്രിയപ്പെട്ട ഗ്ലാഡ്സൺ അവர்கள், പ്രിയ പാസ്റ്ററെ കാണാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാ അഭിഷക്തരെയും അവർ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇതുപോലൊരു 10-100 എണ്ണത്തെ കിട്ടാമെങ്കിൽ ഈ ഗ്ലാഡ്സനെ പോലെയും മേമനെ പോലെയുള്ള 100 എണ്ണത്തെ കിട്ടാമെങ്കിൽ ഇളക്കാം. ഇതിനകത്ത് 10 എണ്ണത്തെ കിട്ടണം. നല്ല 2-3 ബോംബ് പൊട്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനി ഓലപ്പടക്കം പൊട്ടിക്കാൻ ഒക്കുമോ? ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യഹൂദന്മാർക്കൊരു ബറബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴയ അങ്കി കിട്ടി, നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിലൊരു ദുഃഖവെള്ളിയും ഉയർപ്പ് ഞായറും കിട്ടി. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് നിത്യജീവൻ കിട്ടി. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കയ്യിലായുധമായി കാവൽ നിന്ന കാവൽക്കാരുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര തകർത്ത ശക്തിയാണ്.
ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ തണ്ടുവാൻ കൊണ്ടിരുത്തിയ ഭിക്ഷക്കാരൻ്റെ നാഡീ ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കൈകളടിച്ച് വാതുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചോ? ശക്തിയോടെ കൈയടിച്ചേ. നിങ്ങൾ ക്ഷീണിച്ചോ? സ്തോത്രം. പലർക്കും പല സുഖങ്ങളാണ്. ഞാൻ പറയും, ആറ്റുമീൻ 6 സുഖം, ചേറ്റുമീന് ചേറ് സുഖം, പറവയ്ക്ക് ആകാശം സുഖം, നിദ്രപ്രിയന് ഉറക്കം സുഖം, ഭക്ഷണപ്രിയന് ഭക്ഷണം സുഖം, ജഡീകന് കമ്മറ്റി സുഖം, ആരാധനപ്രിയൻ ആരാധന സുഖം. ആരാധനയ്ക്ക് വാ തുറക്കാത്ത ചിലർ കമ്മിറ്റി വാ തുറക്കും. നമുക്ക് ആരാധന സുഖമാണ്. ശക്തമായി അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-ാം വാക്യം. ഇതിനോട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞതനുസരിച്ചാണ്. എനിക്ക് തന്ന സമയത്ത് ഞാൻ നിർത്തും. 19-ാം അധ്യായം 1 മുതൽ വാക്യം അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ Yes. പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവരുടെ മറുപടി, ഞങ്ങളതുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. നമ്മൾ ഈ ആത്മാഭിഷേകം ഒക്കെ പറയുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇതെന്താണെന്ന് കൂടെ തിരിയണ്ടേ. എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ് അഭിഷേകം? ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ നമ്മുടെ പിതാക്കന്മാർ എഴുന്നേറ്റപ്പോൾ മലങ്കര വിയോജിതനെന്ന ഒരു മാസികയിൽ വളരെ പ്രസിദ്ധനായ, പേര് പറയുന്നില്ല, ഒരു മനുഷ്യൻ എഴുതി, ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി തകരകൾ മുളച്ചു വരും. അതുപോലെ മുളച്ചു വന്നതാണ് ഉണ്ണൂണി സാറിൻ്റെയും കൊക്കു സാഹിബിൻ്റെയൊക്കെ പെന്തക്കോസ്ത്. നല്ല വെയിൽ കിട്ടുമ്പോൾ അതെല്ലാം വാടുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഉണ്ണൂണി സാറ് കടന്നുപോയി, കൊക്കു സാഹിബ് കടന്നുപോയി, പിതാക്കന്മാരെല്ലാം കടന്നുപോയി, പെന്തക്കോസ് ഇതുവരെയും കടന്നു പോയിട്ടില്ല. പെന്തക്കോസ് കടന്നു പോകാൻ പോകുന്നില്ല. കാരണം ഇത് ഇവിടുത്തെ ആരുടെയും വകയല്ല, ഇത് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ വകയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അടിസ്ഥാനമായി വചനം അവരുടെ ഉള്ളിൽ കൊടുക്കണം. ചെറുപ്പക്കാർ പരിശുദ്ധാത്മ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അന്നത്തെ ചില ആളുകൾ പറഞ്ഞത് ഇതൊരു തരം ഹിസ്റ്റീരിയ രോഗമാണെന്നാണ്, ഞരമ്പ് രോഗമാണെന്നാണ്. അവർ നമ്മുടെ പിതാക്കന്മാരെ കളിയാക്കി, ഹല്ലേലൂയാക്കാരെന്നും സൂത്രക്കാരെന്നും ഒക്കെ. പക്ഷേ അന്ന് ഇത് ഹിസ്റ്റീരിയ രോഗമാണെന്ന് പറഞ്ഞവർ ഞങ്ങൾക്കും ഈ ഹിസ്റ്റീരിയ രോഗം വേണമെന്നും പറഞ്ഞ് നടക്കുക. അന്ന് ഹല്ലേലൂയായെയും സ്തോത്രത്തെയും കളിയാക്കിയവർ ഇന്ന് ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. സ്റ്റാർട്ട് ചെയ്യാനറിയാം, സ്റ്റോപ്പ് ചെയ്യാനറിയില്ല. ഞാൻ കൂടെ പറയും, ഈ ഹല്ലേലൂയായെ കളിയാക്കുന്നതിനെ കൊണ്ട് ദൈവം ഒത്തിരി ഹല്ലേലൂയ പറയിക്കും. സ്തോത്രത്തെ കളിയാക്കുന്നതിനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിക്കും. ഈ ചില ദൈവദാസന്മാർ പ്രസംഗിക്കാൻ കയറി നിൽക്കുമ്പോൾ ഈ സ്ഥാനത്തും അസ്ഥാനത്തും സ്തോത്രം പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഞാൻ ഗ്ലോറി, എൻ്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ്. ഇത് കേൾക്കുമ്പോഴേ അറിയണം ഈ അച്ചായൻ ഒത്തിരി സ്തോത്രത്തെ കളിയാക്കിയതാണ്. യോഗം മുടക്കിയെ കൊണ്ട് യോഗം നടത്തിക്കുകയും അതിൻ്റെ കാശ് അവനെ കൊണ്ട് തന്നെ മുടക്കിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം പറഞ്ഞോണം ശക്തിയോട്. പാട്ടകൊട്ടിയെ കൊണ്ട് തമ്പേറ് കൊട്ടിച്ചവനാണ് നമ്മുടെ ദൈവം. പണ്ട് നമ്മുടെ പിതാക്കന്മാർ സുവിശേഷ യോഗം നടത്തുമ്പോൾ പലരും പാട്ട കൊട്ടിയിട്ടുണ്ട്. അവർ വിചാരിച്ച കൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്ന, കൊട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണർവ് കൂടുകയല്ലേ. പണ്ടൊരിക്കൽ ഞാൻ പുനലൂരിനപ്പുറത്തോട്ട് പ്രസംഗിക്കാൻ പോയി. ഒത്തിരി 4 പതിറ്റാണ്ടാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. സണ്ണി സക്കറിയ പാസ്റ്റർക്കൊക്കെ അറിയാം, പിറവത്തൊക്കെ ഇത്തിരി ചെറുപ്പത്തിലേ തുടങ്ങി. ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പം ഞാൻ സ്റ്റേജിലോട്ട് കയറി, ഒരുത്തൻ പോസ്റ്റേലോട്ട് കയറി. അവൻ ഫീസ് വലിച്ചൂരി. അന്ന് ജനറേറ്ററൊന്നുമില്ല പ്ലസിനെ. അവൻ വിചാരിച്ചത് പ്രസംഗം മുടങ്ങുമെന്ന. പക്ഷേ വഴിയെ പോയി ഒരുത്തൻ ജീപ്പ് കൊണ്ട് നിർത്തി, ഒരു കുടിയനാ, ജീപ്പ് കൊണ്ട് നിർത്തി പാസ്റ്ററെ കണക്ഷൻ തന്നു.
ഞാൻ പ്രസംഗം ആരംഭിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി എൻ്റെ ദൈവം ചിരിക്കുന്നു. ദൈവം അവരെ നോക്കി ഒന്ന് പറയുന്നേ, ചിരിക്കുന്നു. ദൈവം നോക്കി ചിരിക്കുന്നത് എന്താണെന്നറിയാം? കൊള്ളാം 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 കൊള്ളാം, അടുത്ത കൺവെൻഷന് മൈക്ക് കേട്ടാൻ ഇവനെ കൊള്ളാം. ഞാൻ പറഞ്ഞു, സുവിശേഷയോഗം നടക്കുമ്പോൾ ആരും പാട്ട കൊട്ടരുത്, നിന്നെ നോക്കി ദൈവം ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, അടുത്ത യോഗത്തിന് തമ്പേറ് കൊട്ടാൻ നിന്നെ കൊള്ളാം. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും കൂക്ക് വിളിക്കരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാൻ നിന്നെ കൊള്ളാം. ദൈവം ഒരുത്തനെ നോക്കി കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത കൺവെൻഷന് അവൻ നമ്മുടെ കൂടെ കാണും. വാ തുറന്നു, ശക്തിയോടെ വാ തുറന്നു, അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം ഒരുത്തനെ നോക്കി കൊള്ളാമെന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ കൂടെ കാണും. ശക്തിയോടെ സ്തോത്രം പറയാം. എന്താണ് പരിശുദ്ധാത്മാവ്? മക്കളെ, എന്താണ് പരിശുദ്ധാത്മാഭിഷേകം? 3 കാലഘട്ടങ്ങളിലായി ദൈവം മനുഷ്യൻ ഇടപെടുന്നു. നിങ്ങൾക്കറിയാം, പഴയ നിയമം പിതാവാം ദൈവത്തിൻ്റെ യുഗം, പുതിയ നിയമം പുത്രൻ തമ്പുരാൻ്റെ യുഗം. നമ്മുടെ മക്കളുടെ ഉള്ളിൽ കയറണം. സുവിശേഷ കാലയളവ് പുത്രൻ തമ്പുരാൻ്റെ യുഗം, എന്നാൽ ഈ സഭാ കാലയളവ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഗോഡ് ഫോർ അസ്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഈ മാനുവേൽ എന്ന് പേർ വിളിക്കണം. അപ്പോൾ ഗോഡ് ഫോർ അസ് മാറി ഗോഡ് വിത്ത് അസ് ആയി. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഫോർ അസ് അല്ല, ഗോഡ് വിത്ത് അസ് അല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീ. മക്കളെ, പരിശുദ്ധാത്മാവ് എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ ഇടത്തോട് പറയൂ, തൃത്വത്തിൽ മൂന്നാമനായവൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയുമോ? ദൈവം തമ്പുരാൻ നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? സീനായി പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം കുലുങ്ങി. 114 സങ്കീർത്തനം 4 വാക്യം സിസ്റ്റർ എന്ന് വായിച്ചേ. ഹേ പർവ്വതമേ, നീ മുട്ടാടിനെ പോലെയും, നിങ്ങൾ മുട്ടാടുകളെ പോലെയും, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്ത്? പർവ്വതം മുട്ടാടിനെ പോലെയും, കുന്നുകൾ കുഞ്ഞാടിനെ പോലെയും തുള്ളി. എപ്പോൾ? ദൈവം തമ്പുരാൻ പർവ്വതത്തിലിറങ്ങിയപ്പോൾ പർവ്വതം തുള്ളിയെങ്കിൽ 37.25 കിലോ ഇല്ലാത്ത ഞങ്ങളുടെ മേൽ ദൈവം ഇറങ്ങുമ്പോൾ ഞങ്ങൾ തുള്ളുന്നതിന് എന്നാ അതിശയം? ഞങ്ങൾ തുള്ളുകയല്ല, ഞങ്ങളെ തുള്ളിക്കുകയാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ഈ ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങളുടെ മൺകൂടാരത്തിന് ഇത് താങ്ങാൻ കഴിയുന്നില്ല, ഞങ്ങൾ അറിയാതെ കുലുങ്ങുകയാണ്. ശക്തിയോടെ കൈയടിച്ച വാദം ദൈവത്തെ മഹത്വപ്പെടുത്തുക. മക്കളെ, ഈ ഫീഡ്ബാക്ക് എന്നൂടെ എത്താട്ടെ, ഫീഡ്ബാക്ക് തന്നാട്ടെ ശക്തിയോടെ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. അമ്മച്ചിമാരെ അരി അടപ്പയിൽ വെക്കുമ്പോഴേ വെള്ളം അങ്ങോട്ട് തിളച്ചും മറിയാൻ തുടങ്ങുമ്പോൾ അരി ഇങ്ങനെ കുത്തി മറിയാൻ തുടങ്ങും. അത് മാത്രമല്ല, അടച്ചിരിക്കുന്ന അടപ്പ് ചേറ്റി പട്ട 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 പട എന്ന് അടിച്ചു തുടങ്ങാൻ തുടങ്ങും. അടപ്പ് ചേറ്റി അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ അവൻ പറയും, എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, എൻ്റെ അകത്തു നിന്നൊരു ശക്തി. ഈ പകൽ ദൈവാത്മാവിന്റെ ശക്തിയാൽ ചിലർ നിറയപ്പെടുന്ന പകലായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്ന പകലായി മാറണം. ഇന്ന് പകൽ 20 ടൺ കേബ് ഭാരമുള്ള കൂറ്റൻ ജനറേറ്റർ വലിയ ട്രക്കിലാണ് കൊണ്ടുവരുന്നത്. വലിയ ക്രെയിനിലാണ് അതിനെ ഇറക്കി വെക്കുന്നത്. വലിയ നട്ടും ബോൾട്ടും ഇട്ടാണ് അതിനെ ഉറപ്പിക്കുന്നത്. അത് വെച്ച ശേഷമായി അതിലൂടെ ഇലക്ട്രിസിറ്റി വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ആ ജനറേറ്ററിൽ നിന്ന് മൂളാൻ തുടങ്ങും, ജനറേറ്ററിൽ നിന്ന് ഞരങ്ങാൻ തുടങ്ങും. ഞരങ്ങുന്നത് കേൾക്കാം. ജനറേറ്ററോട് ചോദിക്കുക, ഇത്രയും ഭാരമുള്ള നീ, ഇത്രയും ശക്തിയുള്ള നീ ഞരങ്ങാൻ കാര്യമെന്താ? അവൻ പറയും, എൻ്റെ അകത്തൂടെ വ്യാപരിക്കുന്ന ശക്തി എൻ്റെ ഭാരത്തേക്കാൾ വലുതാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമാ. പന്ത്രണ്ട് വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ, രക്തസാവക്കാരി സഹോദരി, മോശയിക ന്യായപ്രമാണം അനുസരിച്ച് പുറത്തിറങ്ങാൻ അധികാരമില്ലാത്തവൾ,
അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ ഒരു തീരുമാനത്തോടെ അവൾ വീട് വിട്ടിറങ്ങി. ഞാൻ ഇന്ന് യേശുവിനെ തൊടും, ഞാൻ കർത്താവിനെ തൊട്ടിട്ടേ പോകുള്ളൂ. MBA കോൺഫറൻസിന് പ്രസംഗികരെ കാണാനല്ല, പ്രസംഗത്തിന് മാർക്കിടാനല്ല, ഭക്ഷണം കഴിക്കാനുമല്ല, യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? ദൈവത്തിൻ്റെ കരം നിന്നെ തൊടാതെ മടക്കി അയക്കില്ല. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? ഇലക്ട്രിസിറ്റി പായുന്ന ഈ വയർ ഇൻസുലേഷൻ ഉള്ളിടത്തോളം എടുത്ത് തോളയിലിട്ടാലും ഒരു കുഴപ്പമില്ല, തോളയിലിട്ടാലും കുഴപ്പമില്ല. എന്നാൽ ഇൻസുലേഷൻ മാറ്റി തൊട്ടു നോക്കണം, വിവരമറിയും. തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമായവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഈ പകൽ ഇവിടെ ഇറങ്ങി നടന്നിരിക്കുന്നു. അവൻ ഇവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി സഹോദര നീ അവനെ തൊടുക. വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി സഹോദരി നീ അവനെ തൊടുക. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. എത്ര പേർക്ക് കരമടിച്ച് ആത്മാവിൽ ആരാധിപ്പാൻ കഴിയും? ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തൂ. ഇന്ന് രാവിലെ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്ന പകലാകട്ടെ. പുറത്തിരിക്കുന്നവരെ കരമടിച്ചാട്ടെ, കേൾവിക്കാരായിരിക്കരുത്. നിങ്ങൾ കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ നമ്മൾ വായിക്കുന്നവൾ പുരുഷാരത്തെ വാങ്ങി മാറ്റി യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. തൊട്ട മാത്രയിൽ ഇടിമിന്നൽ കണക്കവളേക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരാശുദ്ധ വിശുദ്ധയായി ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി മാറി. യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ ശക്തിയാ. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. അവൾ ഉറച്ചുകൊണ്ട് നിന്നു. ഞാനൊരു ഫാസ്റ്റിംഗ് പ്രയറിൽ മുട്ടുകുത്തി ദൈവത്തോട് ചോദിച്ചു, കർത്താവെ അവൾ വിറയ്ക്കാൻ കാര്യം എന്താണ്? ഗ്ലാഡ്സൺ പാസ്റ്ററെ കർത്താവിനോട് പറഞ്ഞു, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമീസ് ആയിരുന്നു. ഡുനാമീസ്, ശക്തി എന്നതിന് ഡുനാമീസ്, ഡൈനാമിറ്റിനെ കവിതാണ് ഡുനാമീസ്. ഡുനാമീസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഡുനാമീസിനെ കവിയുന്ന ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിന് വേണ്ടി മാർട്ടയർ ആകും, രക്തസാക്ഷികളാകും. കർത്താവിനോട് പറഞ്ഞു, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തിയായിരുന്നു. ആ ശക്തി അവിടെ മൺകൂടാരത്തിൽ വ്യാപരിച്ചപ്പോൾ അവർക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ വിറയ്ക്കാൻ കാര്യം മനസ്സിലായോ? കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറയാമോ? ഓരോ വാഹനവും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എൻജിൻ അനുസരിച്ചാണ് അതിൻ്റെ ബോഡി നിർമ്മിക്കുന്നത്. 800 വാഹനത്തിൻ്റെ ബോഡി, ആ എൻജിൻ്റെ ബോഡി അതിനനുസരിച്ചാണ്. 2000 cc ഉള്ള വാഹനത്തിൻ്റെ ബോഡി അതിൻ്റെ ശക്തിയാണ്. അതുപോലല്ല ട്രെയിനിൻ്റെ എൻജിൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബോഡി അതിൻ്റെ ശക്തിയാണ്. അതുപോലല്ല ഫ്ലൈറ്റിൻ്റെ എൻജിൻ ഉണ്ടാക്കുമ്പോൾ, അതുപോലല്ല റോക്കറ്റിൻ്റെ എൻജിൻ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? റോക്കറ്റിൻ്റെ എൻജിൻ 800 കാറയിലോട്ട് വെച്ച് ഒന്ന് സ്റ്റാർട്ടാക്കിയാൽ അതിൻ്റെ ഡോർ എവിടെ കിടക്കും? ലീഡ്സിൽ കിടക്കും. അതിൻ്റെ സ്റ്റീറിങ് മാഞ്ചസ്റ്ററിൽ കിടക്കും. മനസ്സിലായോ? കാരണം ഇത് താങ്ങാൻ കഴിയില്ല. പക്ഷേ ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിച്ചിട്ടും ഇത് പൊടിയാതിരിക്കുന്നത് ദൈവകൃപയാണ്. ഒന്ന് കൈയടിച്ചോ, ശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചു. ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. മക്കളെ, ഇതാർക്ക് ആവശ്യമാണ്? ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു നസ്രയനായ യേശുവും. യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീല വിട്ട് മടങ്ങി. ദൈവം തൻ്റെ ദാസനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് നമ്മൾ വായിക്കുന്നു. രണ്ടാമത് ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു യേശുവിൻ്റെ അമ്മ മറിയ. പക്ഷേ മാളികമുറിൽ അവർ കാത്തിരുന്നു. മൂന്നാമത് ആവശ്യമില്ലാത്തവരായിരുന്നു, യേശുവിൽ നിന്ന് നേരിട്ട് പഠിച്ചവരായിരുന്നു അപ്പോസ്തലന്മാർ. അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. അപ്പോൾ അവർക്കിത് ആവശ്യമായിരുന്നു, നമുക്ക് എത്ര ആവശ്യമാണ്? ഞാൻ കമ്പിവാദത്തില സമയമെടുത്ത് പ്രസംഗിക്കേണ്ടതാണ്. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു,
ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴോ നഗരത്തിൽ പാർക്കുക. അപ്പോൾ ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നതെങ്കിൽ അത് തരുന്നത് ഉലകത്തിലുള്ള ആരുമല്ല, ഉയരത്തിലിരിക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ഉത്സവത്തിന് മഹാദിനമായി ഉടുക്കുന്ന ആൾ യേശു എന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം പറഞ്ഞാട്ട ദൈവമക്കളെ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നാഥികൾ ഒഴുകും. എൻ്റെ അരികിൽ വരിക, ആത്മനാവിനെ ഞാൻ തൂത്തുവിടാമെന്നല്ല, എൻ്റെ അരികിൽ വരിക, ആത്മനദിയെ ഞാൻ ഒഴുക്കിവിടാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പുറത്തുനിന്ന്, ശ്രദ്ധിച്ചു പഠിച്ചോണോ ഇത്, പുറത്തുനിന്ന് അകത്ത് കയറേണ്ടതല്ല, നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. പുറത്തുനിന്ന് അകത്തേക്കായിരുന്നെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും തരാം. അകത്തുനിന്ന് പുറത്തേക്കായതുകൊണ്ട് ഇവിടെ ആർക്കും തരാനൊക്കില്ല. നിന്റെ അകത്തൊരുവൻ വരണം, നസ്രയനായ യേശു. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ പകൽ അവൻ ആത്മനദിയെ ഒഴുക്കിവിടും. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ആത്മപ്രഭാഗത്തിലേക്ക് ദൈവം നിന്നെ ഇറക്കും. എത്ര പേർക്ക് കൈയാട്ടി ഈ സ്തോത്രം പറയാൻ കഴിയും? ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. പ്രവാചക വരണ്യനായ ഏലിയാവ് തൻ്റെ ശിഷ്യനായ ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അത് എലീശയുടെ മറുപടി, നിന്റെ പ്രസംഗപരം എനിക്ക് തരൂ. ആണോ? നിന്റെ പ്രവചനപരം എനിക്ക് തരൂ. നിന്റെ രോഗശാന്തി എനിക്ക് തരൂ. അല്ല, അവൻ പറഞ്ഞ അച്ചായൻ്റെതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അച്ചായമ്മയിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഏലീശയുടെ കാലത്തെ ശക്തി പോരാ, ഏലിയുടെ കാലത്തെ ശക്തി പോരാ, ഏലീശയുടെ കാലത്ത്, ഉണ്ണൂറി സാറിൻ്റെ കാലത്തെ ശക്തി പോരാ. ഈ കാലഘട്ടത്തിൽ നിന്നിപ്പാൻ പോരാ. വാ തുറന്ന ശക്തിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. എന്നിട്ട് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞു കൊടുത്തോ സേവർ പാസ്റ്ററെ, കൊടുത്തോ. ഉടനെ ഏലിയാ പറയാ, നീ അല്പം പ്രയാസമുള്ള കാര്യമാകുന്നു എന്ന് പറഞ്ഞ അർത്ഥം, മോനെ ആത്മാവിനെ തരാൻ എനിക്ക് അധികാരമില്ല. സ്തോത്രം കേട്ടില്ലല്ലോ. ആരാ ഏലിയാവ്? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തീയിറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശബത്തെ ജീവിപ്പിക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരാൻ അധികാരമില്ലെങ്കിൽ ഇവിടെ ആർക്കും നിനക്ക് ആത്മാവിനെ തരാൻ അധികാരമില്ല. നിന്റെ മേൽ ആത്മാവിനെ പകരാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നീ ചോദിക്കേണ്ടത് ഭീമോനച്ചനോടും ഗാഡ്സനോടും പ്രൈസലോടും ദൈവദാസന്മാരോടല്ല, നീ ചോദിക്കേണ്ടത് ആത്മാവിന്മേൽ അധികാരമുള്ളവനോടാ. കയ്യൊന്നടിച്ചോ, ശക്തിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയെ, ശക്തിയോടെ. കാറ്റിഷ്ടപ്പെടാത്ത ഊതും. ആത്മാവിന്മേൽ അധികാരമുള്ള ഒരുത്തനുമില്ല. ഇത് സഭ പഠിക്കണം. നിങ്ങൾക്ക് ആത്മാവിനെ തരാൻ അധികാരമുള്ള ഒരുവനുമില്ല. ഞാൻ കുറേ നാൾ മുമ്പ് കേരളത്തിലൊരു കല്യാണം നിങ്ങൾ കണ്ടതാ. കല്യാണം നടത്തിക്കൊണ്ട് പ്രസംഗം കഴിഞ്ഞിട്ട് കല്യാണത്തൊട്ടും ഒരു പാട്ട് പാടി. ദൈവശക്തി അങ്ങ് വ്യാപരിച്ചു. പെങ്കൊച്ച് ആത്മാവിലായി. കണ്ടു, 8-10 ലക്ഷം ആളുകൾ കണ്ടു. പെണ്ണ് അന്യഭാഷയിൽ അങ്ങ് നിറഞ്ഞു, ആരാധിച്ചു. എൻ്റെ പൊന്നെ, അതിൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്തെല്ലാം ഗുണപ്പെടാത്ത ബന്ധക്കോസുകാരന്. എന്നാലും ആകാവൂ. അപ്പോൾ ഭീമോനച്ചൻ പാസ്റ്റർ എന്താ നോക്കിക്കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ ചെയ്യണമായിരുന്നു. ഇടി എവിടെ നിന്ന് പറയുന്നു? ഇവിടെ ആത്മാവിനെ തടുക്കാൻ എൻ്റെ മേൽ അധികാരമില്ല. അതിന് അധികാരം ഉയരത്തിലിരിക്കുന്നവനാ. ശക്തിയോടെ കൈയടിച്ചോ. ആരെ ഇരുത്തരുത്. പെന്തക്കോസ്തിലെ പാസ്റ്റേഴ്സിനോട് പറയാം, അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന ഒരുത്തനെയും നിന്റെ സഭയിൽ പ്രസംഗിക്കാൻ വേദി കൊടുക്കരുത്. അന്യഭാഷ കുറ്റം പറയുന്നവനെ, വെളിപ്പാടിനെ, ദർശനത്തെ വിമർശിക്കുന്നവനെ പ്രസംഗപീഠം കൊടുക്കരുത്. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് പൗണ്ടല്ല, ഡോളറല്ല, ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകമത്രേ. ശക്തിയോട് കരമടിച്ച് സ്തോത്രം പറയാൻ കഴിയുമോ മക്കളെ? അന്യഭാഷയും ആത്മനിറവും നിന്റെ തലമുറയ്ക്ക് അപമാനമല്ല, അഭിമാനമായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തിയോടെ ദൈവത്തെ ആത്മനിറവിലെന്ന് സ്തോത്രം പറഞ്ഞു. നീ ആരാധിക്കേ.
എല്ലാവരും ദൈവത്തെ ആരാധിക്കും ശക്തിയോടെ. എന്നാൽ ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയൂ. ആത്മാവിനത്ര ഞങ്ങൾക്ക് അധികാരമില്ല. രോഗശാന്തി വരം തന്നു കാണും, വിവേചന വരം തന്നു കാണും. പക്ഷെ ആത്മാവിനെ തരാനുള്ള അധികാരം ഞങ്ങൾക്കില്ലെന്നേ. ഉണ്ടോ? ഇല്ല. അത് തലമുറ തെറ്റിപ്പോകരുത്. ഇന്നാളെ ഞാൻ കണ്ടു ഒരുത്തനെ പ്രാപിച്ചോ പിടിച്ചോ എന്ന് പറയാ, അവൻ അങ്ങോട്ട് കിടക്കുക, അവൻ്റെ മണ്ടയ്ക്കോട്ട് എല്ലാം കൂടെ ചാടി വീഴുന്നു. പാസ് ആദ്യം പറഞ്ഞ് നന്നായി പോയി. വേണ്ട, സ്വത്രം പോയി പോക്ക്. കാണുന്നവൻ്റെ എല്ലാം പോയി മുട്ടുകുത്തി കൊടുക്കരുത്. കാണുന്നവൻ്റെ എല്ലാം തല നിന്റെ മേൽ വെക്കരുത്. നിന്റെ കൈ അവൻ്റെ മേൽ വെക്കാൻ അനുവദിക്കരുത്. അഭിഷേകമുള്ളവന്റെ കൈ മാത്രമേ നിന്റെ മേൽ വീഴാവൂ. എന്നെ ഒരാൾ വീഡിയോ കാണിച്ചു മോനെ, ഞാൻ നോക്കുമ്പോൾ ഇയാൾ വരുന്നവനെയൊക്കെ കർണക്കുട്ടി കടിച്ച് താഴെ ഇടുക. ഇതെന്താ ആത്മാവാട് മക്കളെ? തുള്ളുന്നല്ല ആത്മാവല്ല, മറുഭാഷയല്ല, അന്യഭാഷയല്ല. സ്വതന്ത്രം വെളിപ്പാടല്ല, ദർശനമല്ല. അതുകൊണ്ട് ഇല്ലെന്ന് ചിന്തിക്കരുത്. ഞാൻ ദോഹയെ വന്നപ്പോൾ കുറേ മുമ്പ് ചെന്നപ്പോഴേ പല ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് ഒരാത്മാവ് വേണ്ടെന്ന് പറഞ്ഞു നമുക്ക്. അപ്പം ഞാൻ ചോദിച്ചു, 750 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? 250 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? 75 രൂപയുടെ കണ്ടാണ് ആ സാധനം എന്നെ നോക്കുന്നത്. ഒറിജിനൽ കണ്ടില്ല, പിന്നല്ലേ ഡ്യൂപ്ലിക്കേറ്റ്. 250 രൂപയുടെ കള്ളനോട്ടില്ല, 750 ഇല്ല, 550 ഇല്ല. ഒറിജിനലിന് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. സഹോദരൻ പറഞ്ഞില്ലല്ലോ, യഥാർത്ഥ അന്യഭാഷ ഉള്ളത് കൊണ്ടാ കള്ള അന്യഭാഷ, യഥാർത്ഥ വെളിപ്പാട് ഉള്ളത് കൊണ്ടാ കള്ള വെളിപ്പാട്, യഥാർത്ഥ പ്രവചനം ഉള്ളത് കൊണ്ടാ കള്ളപ്രവചനം. അതൊന്നും നിന്നു പോയിട്ടില്ല, ഇന്നും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയോടെ കരം അടിച്ചേ. ആമേൻ. ശക്തിയോടെ നമ്മുടെ തലമുറയിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ പിണങ്ങും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പണ്ട് ആചാര്യ ഉപദേശിയോട് ആരാണ്ടി എന്ന് പറഞ്ഞു, ഉപദേശി അന്യഭാഷ നിന്നെന്ന്, ആത്മാവ് നിന്നെന്ന്. ഉടനെ ആചാര്യ പറഞ്ഞു, അത് നിന്ന് പോയാൽ നിനക്കും നിൻ്റെ പെണ്ണും പിള്ളയ്ക്കുവാ, എനിക്കും എൻ്റെ പെണ്ണും പിള്ളയ്ക്കും നിന്നില്ല. സ്വത്രം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ IPC-കാരനായിരിക്കും. ഞാനും IPC-യുടെ സെൻട്രൽ പാസ്റ്ററാ. സെൻട്രൽ ഇല്ലെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചർച്ച് കൊടുക്കാനായിരിക്കാം, നിങ്ങൾ ഏജി ആയിരിക്കാം, നിങ്ങൾ ഷാരോനായിരിക്കാം, നിങ്ങൾ എന്ത് കുന്തോ വായിക്കോ, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഈ പകൽ വരെ നിങ്ങൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പെന്തക്കോസ്തുകാരനായിട്ടില്ല. കാരണം പെന്തക്കോസ് ഒരു ആചാരമല്ല, പെന്തക്കോസ് ഒരു അനുഷ്ഠാനമല്ല, പെന്തക്കോസ് ഒരു ഹല്ലേലൂയ പ്രസ്ഥാനമല്ല. ഇത് യഥാർത്ഥ അനുഭവം അത്രേ. ഓ ശക്തിയോടെ ഹല്ലേലൂയ. നമ്മുടെ തലമുറ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ നിറയ്ക്കണം. അറ്റ് എനി കോസ്റ്റ്. ഇവരെല്ലാം അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ തലമുറ നിന്റെ കയ്യിൽ നിന്ന് പോകും മുമ്പ് അവൻ ആ അഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പ് പ്രാപിച്ചോണം. യോഗങ്ങൾ അതിനു വേണ്ടിയാണ്. ഈ പണ്ട് സ്നാനപ്പെട്ട കള്ളോട് ചോദിക്കും, എന്താ ചോദിക്കും? അഭിഷേകം പ്രാപിച്ചോന്ന്. പണ്ട് കല്യാണം ആലോചിക്കാൻ ചെന്നതാണോ ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചതാണോ? ഇപ്പം ഈ മൂന്നാമൻ എന്നാ അതിന് പറയുന്നത്, ദല്ലാളുമാരാണ് കൊണ്ടുവരുന്നത്. ഒരു ദല്ലാൾ പെണ്ണിൻ്റെ കല്യാണാലയം കൊണ്ട് വന്നപ്പോൾ അപ്പനറിയാതെ ചോദിച്ചു, അവൾ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. അയാൾ പറഞ്ഞു, അവൾ അതിനും മാറത്തില്ലെന്ന്. പണ്ട് ഇത് പെന്തക്കോസ്തുകാരല്ലേ ഇരിക്കുന്നത്. ഈ ഇപ്പം കേസൊന്നും പെന്തക്കോസ്തുകാർക്ക് വലിയ പുത്തരിയല്ലല്ലോ. ഭർത്താനൊക്കെ കൂടുതൽ നേരത്തല്ലേ, ഉണപ്പെടാത്ത കുറേ എണ്ണം ഇതിനകത്ത് കയറി. തോത്രം നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഒരിടത്ത് കേസ് കൊടുത്തു. എന്താണെന്നറിയാമോ? സെക്രട്ടറി തെരഞ്ഞെടുപ്പി സെക്രട്ടറി അന്യഭാഷ പറയുന്ന ആളല്ലെന്ന്. അതിനാ കേസ്. അപ്പോൾ കേസ് കോടതി വന്നപ്പോൾ ഇതൊന്നും പറയാനല്ല, പറയാൻ പരിശുദ്ധാത്മ പറയുന്നു, ലൈവ് പോവല്ലേ. കോടതി ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്പൂതിരിയാണ്. ആരെ? ജഡ്ജി അവിടെ ചോദിച്ചു, ബാഡീസ് അന്യഭാഷ. ഉടനെ വക്കീൽ പറഞ്ഞു, കലപുല്ല തിരിയാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അയക്കറിയോ ഏക്കതാ പൂക്കാന്ന്. ഉടനെ ജഡ്ജി പറയാടെ, കലപുല്ല പറയുന്നവനാണ് അവിടെ സെക്രട്ടറി ആകേണ്ടത്.
നന്നായി പറയുന്നവരല്ലയോ? ശൂന്യമാകുന്ന മ്ലേച്ഛതകൾ നിൽക്കരുതാത്ത നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ അധികം അഴുക്കാടട്ടെ. കയ്യൊന്നടിച്ച് വാതുറന്ന് ശക്തിയോടെ സ്വതന്ത്രം പറയാൻ കഴിയുമോ? അതെ, ഇത് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് ഹോമിയുടെ അരുളപ്പാട്. ഞാൻ നിർത്താൻ പോവുകയാണ്. എന്തിനാ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നത്? അത് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കും. എന്നോട് ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട് ഗൈഡൻസ് പരിശുദ്ധാത്മാവിൻ്റെ. പബ്ലിക്ക് പറയുന്നില്ലെന്നുള്ളൂ. പക്ഷേ ഇന്ന് കുറച്ച് ഒരു അഭിഷേകം പറയുന്നു. ഒത്തിരി പ്രസംഗം കൊണ്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരങ്ങ് തുടരട്ടെന്ന്. അത് ഈ കുശുമ്പില്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. അഭിഷേകമുള്ളവങ്ങ് പ്രസംഗം കിട്ടുന്നേ. പത്രോസ് എത്ര പേരോട് കൂടെ എന്ന് പ്രസംഗിച്ചേ? ഒന്ന് പറയുന്നേ. 11 പേരോടുകൂടെ എന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ 11 എഴുന്നേറ്റെന്നല്ല. പത്രോസ് പ്രവാസനം ലഭിക്കും ദൂതിൻ്റെ. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 11 എണ്ണം കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നൊരു ദാസനെ ഉപയോഗിക്കണേ, എന്നൊരു ദാസനെ ഉപയോഗിക്കണേ. ഇതിപ്പോൾ ഒരുതം കയറി നിൽക്കുമ്പോൾ ബാക്കി 350 എണ്ണമൊക്കെ ഇടത്ത് 350 എണ്ണം ചീറ്റണേ കർത്താവേ, ചീറ്റണേ കർത്താവേ. തുടിയാണ് ഇവൻ ചീറ്റിയിട്ട് വേണം എനിക്ക് കയറാൻ. പിന്നെ എങ്ങനെ കൂടെ വന്നേ? പ്ലസനെ നമ്മൾ എത്ര പ്രസംഗിച്ചു? 11 പേരോട് നിന്നു. ഇവിടെ കഴുത കയറിയെന്നാലും അവന്റെ വായിലൂടെ അരുളപ്പാട് വരും. എനിക്കറിയാം, കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിലാ. കഴുത കയറിയാൽ അവനോട് ദൈവം സംസാരിക്കും. ഈ പ്രസ്ഥാനക്കാരത്തെ സ്നേഹിക്കുന്നവനൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ബ്ലഡ് IPCയുടേതൊന്നുമല്ല, കാൽവറിയിൽ എൻ്റെ കർത്താവ് ശുദ്ധീകരിച്ചേക്കാ. സ്വർഗത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? നാളെ പറയാനുള്ള ഒന്നുകൂടി ഇന്ന് പറഞ്ഞേക്കാം. ഇന്ന് നമ്മൾ പല നാട്ടിൽ പാർക്കുന്നു, പല വീട്ടിൽ പാർക്കുന്നു, പല ഭാഷ പറയുന്നു. പക്ഷെ ഒരു നാളിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് നമ്മൾ പാർക്കും. ദൈവജനത്തെ വിഭജിക്കുന്നവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് കലക്കത്തിൻ്റെതല്ല, ഐക്യതയത്രേ. എന്തിനാ ആത്മാവിനാൽ നിറയ്ക്കുന്നത്? അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ. ശക്തിയോട് വാതുറന്ന് സ്തോത്രം പറഞ്ഞ് അങ്ങോട്ട് ഇവിടെ നോക്കരുത്, എനിക്കിഷ്ടമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ. ഞാൻ ജയജീവിതത്തിന് വേണ്ടി എന്താ അസാധ്യങ്ങൾ സാധ്യമാക്കുക? ഒറ്റ വാക്കിൽ ഇങ്ങോട്ട് നോക്കിയേ. ദാവീദിന്മേൽ ആത്മാവ് വന്നപ്പോൾ ദാവീദ് ശൗലിനോട് പറയുകയാണ്, ഒരിക്കൽ ഞാൻ കാട്ടിലായിരിക്കുമ്പോൾ ഒരു സിംഹം എൻ്റെ നേരെ വന്നു, ഒരു കരടി എൻ്റെ നേരെ വന്നു. അപ്പോൾ അയ്യോ ഒന്ന് പറ, എല്ലാവരും പറ. അപ്പോൾ ഉറക്കെ പറയാനാ പറഞ്ഞ. അപ്പോൾ ശബ്ദം ഇങ്ങനെ കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറ. അപ്പോൾ സിംഹം വന്നപ്പോൾ, കരടി വന്നപ്പോൾ യഹോവയുടെ ആത്മാവും എൻ്റെ മേൽ വന്നു. എപ്പോൾ കൃപയാവശ്യമുണ്ടോ അപ്പോൾ കൃപ നിന്റെ മേൽ വരും. എപ്പോൾ ശക്തി ആവശ്യമുണ്ടോ അപ്പോൾ ശക്തി നിന്റെ മേൽ വരും. എപ്പോൾ അഭിഷേകം ആവശ്യമുണ്ടോ അപ്പോൾ അഭിഷേകം നിന്റെ മേൽ വരും. അവൻ പറയുന്നു, കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ ഞാനതിനെ വലിച്ചു കീറി. ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത് കുഞ്ഞെ കേവലം ചില അന്യഭാഷകൾ പറഞ്ഞ് നിർത്താനല്ല, നിന്റെ നന്മകളെ അപകരിപ്പാൻ വരുന്ന, നിന്റെ ആത്മീയ നന്മകളെ അപകരിപ്പാൻ വരുന്ന, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. നിന്നെ വിഴുങ്ങാൻ വരുന്നതിനെ നീ തകർത്തി കളയുക. നിന്നെ ഒതുക്കാൻ വരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ നീ ഒതുക്കി കളയുക. ഓ, ശക്തിയോടെ ആരാധിക്കൂ. ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത് നിന്നെ വലിച്ചു കീറാൻ വരുന്നതിനെ നീ വലിച്ചു കീറാനാണ്. നിന്നെ കീറാൻ വരുന്നത് നീ കീറണം, നിന്നെ ഒതുക്കാൻ വരുന്നത് നീ ഒതുക്കണം. ദൈവം എന്തിനാ ആത്മാവിനെ തരുന്നറിയാമോ? മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്നെ തകർക്കാൻ വരുന്ന പാപത്തിൻ്റെ പോകേച്ഛകളെ വലിച്ചു കീറാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ദൈവം അഭിഷേകം തന്നത് അന്യഭാഷ പറഞ്ഞു നിർത്താനല്ല,
ഒരു വാക്കൂടെ ക്ലാസ്സിനൊക്കെ കയറി വന്നേ. ദേവദാസന്മാരെല്ലാം റെഡിയായി നിൽക്കണം, ഈ നിരയെ നിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞ് ആഹാരം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു നേരം കഴിച്ചില്ലെങ്കിലും ചത്തുപോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചു. ഞാൻ സത്യത്തിൽ ഇവരിൽ നിന്ന് പാടുന്ന കേട്ടപ്പോൾ ഇവിടുന്ന് കരയായിരുന്നു. എൻ്റെ ഉള്ളിൽ ആത്മാവാ. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കുന്ന എന്തിനാ ഇവിടെ പറഞ്ഞു നിർത്തുക? അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. നമ്മളെ സ്വർഗത്ത് കൊണ്ടുപോകാനുള്ള റോക്കറ്റിനെ ദൈവം നമ്മുടെ അകത്താക്കിയിരിക്കുകയാണ്. ഈ ദൈവമക്കൾ ആരാധിക്കുമ്പോഴേ മോളോട്ടും താഴോട്ടും മോളോട്ടും താഴോട്ടും ചാടുന്ന കണ്ടിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് ആരാധിക്കുമ്പോൾ ഈ റോക്കറ്റിന് തീ പിടിക്കുക, ഈ റോക്കറ്റ് മേളോട്ട് കുതിക്കുക. എന്നെ വിടെ, എന്നെ വിടെ, ഞാൻ പോട്ടെ, എന്നെ വിടെ, ഞാൻ പോട്ടെ. അപ്പം ജഡം പിടിച്ച് അകത്ത് കിടക്കും, ഇവിടെ കട, ഇവിടെ കട, ഇവിടെ കട. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, ഒരിക്കൽ നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും, നമ്മൾ ജഡത്തെ വെല്ലുവിളിക്കും, നമ്മൾ പറന്നുയരും. എങ്ങനെയാ പറന്നുയരുന്നേ? പറയാം. നിങ്ങൾക്കറിയാമോ, ഇവിടുന്ന് മേളോട്ട് ഉയരുന്ന ബഹിരാകാശ പേടങ്ങളുടെ ഇപ്പോഴത്തെ സ്പീഡ് വെറും 25,000 കിലോമീറ്ററാണ്. കണക്കെല്ലാം പറയാൻ നേരമില്ല. 25,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ സ്പീഡിൽ പോയാലൊന്നും ചന്ദ്രഗോളത്തിൽ ചെല്ലാൻ തന്നെ നാളുകളെടുക്കും, നക്ഷത്രം ചെല്ലാനൊക്കെ ഇല്ല. ഞാൻ അതിൻ്റെ കണക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 2 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് ഒരു മനുഷ്യനെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന പ്രോക്സിമ എന്ന നക്ഷത്രത്തിലേക്ക് അയച്ചാൽ അവൻ അവിടെ എത്താൻ എത്ര വർഷം എടുക്കുമെന്നറിയാമോ? 2 ലക്ഷം മൈൽ വേഗത്തിൽ വായുന്ന വാഹനം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിച്ച് പ്രോക്സിമയിലേക്ക് അയച്ചാൽ അവൻ അവിടെ എത്താൻ എത്ര വർഷം എടുക്കുമെന്നറിയാമോ? 14,000 വർഷം എടുക്കും. എന്ന് പറഞ്ഞേ, 14,000 വർഷം എടുക്കും. എന്നാൽ കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പർദീസയുടെ കവാടം പ്രോക്സിമയ്ക്കടുത്തല്ലച്ച. സൈമൺ സാറ് പാടിയതുപോലെ 1000 കോടി വാനഗോളങ്ങൾക്കപ്പുറത്തേക്ക് സഭയെത്താൻ എത്ര വർഷമെടുക്കും? ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ അല്ലെന്നോ ഇല്ലെന്നോ എന്ന് പറയണം. 14,000 വർഷം എടുക്കുമോ? ഉറക്കെ പറയില്ലെന്ന്. 14 വർഷം എടുക്കുമോ? 14 ദിവസം എടുക്കുമോ? 14 മണിക്കൂർ എടുക്കുമോ? ഇല്ല 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 ഇല്ല. കണ്ണിമേക്കുന്നിടയിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. അതെങ്ങനെ സംഭവിക്കും? അതെങ്ങനെ സംഭവിക്കും? യേശു ക്രിസ്തുവിനെ മരിച്ചവടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്തിയുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. കണ്ണിമേക്കടയിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. ചാടി എഴുന്നേറ്റോ? ഇന്ന് രാവിലെ ചാടി എഴുന്നേറ്റോ? എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാ. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. ഇന്ന് രാവിലെ നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? യേശുവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. എനിക്ക് അന്യഭാഷ അടയാളത്തോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആഗ്രഹമുള്ളവർ കൈ ഉയർത്തിക്കേ. പ്രാപിച്ചവർ കൈപ്പൊക്കണ്ട. ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ളവർ കൈവക്കി. അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ പോകാൻ നിങ്ങൾ സ്വന്തമായത് വിശ്വസ്തനായ അന്യമായ ദൈവം പരമേൽപ്പിക്കുള്ളൂ. കൃപാവരങ്ങളാൽ നിറയാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ദർശനവും വെളിപ്പാടും ഏറ്റുവാങ്ങാൻ തയ്യാറാകുക. ഇത് വെറുതെ സംഘടിക്കപ്പെട്ടതല്ല, ദൈവാത്മാവിന്റെ നിയോഗമാണ്. ഞങ്ങളിവിടെ വെറുതെ വന്നതല്ല, ഒരു നിയോഗത്തിന്റെ ഭാഗമായി വന്നതാണ്. 18 വർഷമെടുത്തു ഭീമോനച്ചൻ വീണ്ടും UK-ലെത്താൻ. കേരളത്തിൽ എത്ര യോഗങ്ങളിൽ എനിക്ക് പോകാൻ സമയമില്ല. കൃപ എത്ര യോജനൊക്കെ അറിയാം, മാറ്റിക്കളയാൻ വളരെ സെലക്ട് ആയിട്ട് ഞാൻ പോകുള്ളൂ. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. ഇവിടെ പാടാൻ പോകുക. അപ്പൊ അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാക്കത്തില്ല. ഇച്ചിരി സ്പേസ് കൊടുക്കുക. ആരാധിക്കാൻ ആഗ്രഹമുള്ളവർ ഓടി മുമ്പോട്ട് വന്നു. കുറെ കസേരയൊക്കെ മാറ്റിക്കൂടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷ ദൈവത്തെ സ്തുതിക്കണം. കസേരയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ദൈവദാസന്മാർ മുമ്പിൽ ഇങ്ങോട്ട് വന്നിരുന്നേ. എല്ലാ അഭിഷക്തന്മാരും മുമ്പോ പോരെ, ജനം മുമ്പോട്ട് കയറി വരട്ടെ. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ മുമ്പോട്ട് ഓടി വാ. മക്കളെ, ചെറുപ്പക്കാർ വന്നാട്ട്. എല്ലാവരും അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹമുള്ള മക്കളെ, പിള്ളേരെ മാത്രം തള്ളിവിടരുത്. നിങ്ങൾ മുമ്പോട്ട് ഓടി വാ. രോഗസൗഖ്യം ആവശ്യമുള്ള മുമ്പോട്ട് വാ. സൗഖ്യദായക ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അടിപ്പിള്ള സൗഖ്യം ഇവിടെ വ്യാപരിക്കും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും.
നാണം കേട് വിചാരിക്കരുത് കേട്ടോ. അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹമുള്ള മുമ്പോട്ട് വരിക. കൃപാവരത്താൽ നിറയാൻ ആഗ്രഹമുള്ള മുമ്പോട്ട് വരിക. ദർശനം പ്രാപിപ്പാൻ ഇങ്ങോട്ട് നീക്കുന്നോടെ ദൈവദാസന്മാരെ ചുറ്റും നിന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ മക്കൾക്കുള്ളതാണ്. ദൈവമായ കർത്താവ് വിളിച്ചവൻ ദൂരസ്ഥന്മാരായി ഏവർക്കുമുള്ളവരാണ്. ഈ ജനത്തെ നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ, നിന്റെ ശക്തിയാൽ നിന്റെ ജനത്തെ നിറയ്ക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ സൗഖ്യദായക ശക്തി ആവരിക്കട്ടെ കർത്താവേ. രോഗസൗഖ്യം ഇന്ന് പകലിവിടെ വെളിപ്പെടട്ടെ കർത്താവേ. ചില കൃപാവരങ്ങളാൽ നിറയട്ടെ കർത്താവേ. പുതുഭാഷകളിൽ ചില സംസാരിക്കട്ടെ കർത്താവേ. ഇന്ന് രാവിലെ ദർശനം ഏറ്റുവാങ്ങട്ടെ കർത്താവേ. നിന്റെ കരം നിന്റെ ജനത്തെ തൊടുന്നോർത്ത സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പഠി തുടങ്ങിയോ ശക്തിയോടെ. പരിശുദ്ധാത്മാവേ ശക്തി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ഓ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോട് സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോട് സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ചോദിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേണമെങ്കിൽ വളർത്തിടുവാൻ. കൃപകളും വരങ്ങളും ചോദിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേണമെങ്കിൽ വളർത്തിടുവാൻ. മഴയെ വിട്ടുഭയങ്കരമേ ജനമുണർന്നിടുവാൻ. മഴയെ വിട്ടുഭയങ്കരമേ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കർത്താവേ നീ അറിയുന്നു.
അവിടുത്തെ ബലങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. വളർന്നിടുവാനും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ മഴയെ വീണ്ടും അയക്കണമേ പിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ പിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ പിഞ്ചനമുണർന്നിടുവാൻ ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ പിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ പിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ രോഗികൾ സൗഖ്യമാകുന്നു, ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു, പുതുഭാഷകൾ കാണുന്നു, ദർശനങ്ങൾ കാണുന്നു, മാതാപിതാക്കൾ വിടുവിക്കപ്പെടുന്നു. അപ്പോസ്തോലിക സഭയിൽ നടന്ന പരിശുദ്ധാത്മാവിന്റെ അനന്തമായ വിടുതൽ തലമുറകളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ അനവധി തലമുറകൾ കണ്ണുനീരോടുകൂടെ കരയുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടേ അനവധി തലമുറകൾ കൺകുളിർക്കെ കരയുകയാണ്. അവർ പുതുഭാഷകളിൽ സംസാരിക്കുന്നു. ഓ, വലിയ അത്ഭുത വിടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക തലമുറകൾ നമുക്ക് ആരുടെ മക്കളാണെന്ന് അറിയില്ല, പക്ഷെ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അവർ ദൈവത്തിന്റെ ദർശനങ്ങൾ കാണുന്നു. വലിയ കരച്ചിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കാണുന്നു. കഴിഞ്ഞ 2 വർഷവും ദൈവദാസന്മാരുടെ സഹായത്താൽ യുകെയുടെ പല പട്ടണങ്ങളിൽ പോയി. എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രൊമോഷണൽ മീറ്റിംഗ് ആണ് എംബിക്ക് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷം പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തുകയായിരുന്നു. പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധാത്മാവ് കണ്ടു. പോയ സ്ഥലങ്ങളിലെ സഭകളിലെ മാതാപിതാക്കന്മാർ അത് ശിരസ വഹിച്ചു. ഐ ട്രസ്റ്റ്, ഞാൻ പരിശുദ്ധാത്മ വിശ്വസിക്കുകയാ, ഇതൊരു സംഘടനയുടെ കോൺഫറൻസ് അല്ല, ഇത് പരിശുദ്ധാത്മാവിന് നേതൃത്വം കൊടുക്കുന്ന സമൂഹമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യണം.
പരേതനായ പാസ്റ്റർ പി ഡി ജോൺസൺ അമേരിക്കയിൽ 5 മിനിറ്റാണ് അവസരം. അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു സന്ദർശനത്തിൽ ഒരു ഇംഗ്ലീഷ് കോൺഫറൻസിന് കടന്നുപോയി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. തന്റെ പ്രാർത്ഥനാ റൂമിൽ അഭിഷേകം ഇറങ്ങി വന്നു. 5 മിനിറ്റ് സംസാരിക്കാൻ നിന്ന പാസ്റ്റർ പി ഡി ജോൺസന് കോൺഫറൻസിന്റെ ചെയർമാൻ തുടർന്നുള്ള എല്ലാ സെക്ഷനും ക്യാൻസൽ ചെയ്തിട്ട് പാസ്റ്റർ പി ഡി ജോൺസണോട് പറഞ്ഞു, യു കണ്ടിന്യൂ ദ മെസ്സേജസ് ഫോർ ദ പീപ്പിൾ. മദ്രാസിൽ താൻ വന്നിറങ്ങിയപ്പോൾ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ ശുശ്രൂഷ മലയാളിയെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചു. ഞാൻ പാസ്റ്റർ ബീമോനച്ച് പറഞ്ഞപ്പോൾ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി. ചിലപ്പോൾ നമ്മുടെ സെക്ഷനൊക്കെ ഒന്ന് ബ്രേക്കായി പോകും, ചിലപ്പോൾ ഫുഡൊക്കെ ഒന്ന് ലേറ്റ് ആയി പോകും, ചില ഘട്ടങ്ങൾ സംഭവിക്കാം. കാരണം പരിശുദ്ധാത്മാവായ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കുറെ പ്രിൻസിപ്പൽ ഉണ്ട്, കുറെ ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഇവിടെയുള്ള ഈ തലമുറകൾ നിങ്ങൾ അതിലേക്കൊന്ന് മൂവ് ചെയ്താൽ, ഒരു വാക്ക് ഞാൻ തലമുറയോട് പറയുന്നു, നിങ്ങളിൽ ചിലർ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഷെഡ്യൂളും തെറിച്ചു പോകും. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഷെഡ്യൂളും തെറിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ തലമുറയോട് ഒരു വാഗ്ദത്തമായി പറയുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഷെഡ്യൂളുകളും തെറിപ്പിച്ച് നിങ്ങൾ കോൺഫറൻസ് ഏറ്റെടുക്കും. ശരിയാ, ഞങ്ങൾ പ്രസിഡന്റുമാരും ട്രസ്റ്റിമാരൊക്കെയാ, എല്ലാം തെറിച്ചു പോവും. തലമുറ നേരിട്ട് ഏറ്റെടുക്കും. കോൺഫറൻസ് നിങ്ങളുടെ കയ്യിലാവും. അങ്ങനെ ഒരു കാലത്തിനായി പെന്തക്കോസ്ത് സമൂഹം ഈ മണ്ണിൽ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ കൂടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശക്തമായി കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സോറി, നമ്മൾ അല്പസമയം മുന്നോട്ട് പോയെങ്കിൽ പരിശുദ്ധാത്മാവോടെ നമ്മളെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് തലസ്ഥാനങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ സാധിക്കും. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെടുന്ന ഡെലീഷ്യസ് ഫുഡ് നിങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ശേഷമേ നിങ്ങൾ പുറകോട്ട് ഹോൾ വിട്ട് പോകാവുള്ളൂ. അവിടെ കാര്യങ്ങൾ അവർ ഫുഡിനായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. 45 മിനിറ്റ് സമയം, പ്രത്യേകിച്ച് എല്ലാ യങ്സ്റ്റേഴ്സും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് 2:15 നിങ്ങളിവിടെ കടന്നു വരണം. പാസ്റ്റർ ഗ്ലാഡ്സൺ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ശുശ്രൂഷയിൽ ടീമുകളോട് കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ട്രാൻസ്ഫോർമേഷൻ മെസ്സേജ് നിങ്ങൾ കേൾക്കാനായി സാധിക്കും. അതിനുശേഷം 3:15 സഹോദരിമാരുടെ സമ്മേളനം ആരംഭിക്കും. അത് 1.5 മണിക്കൂർ സെക്ഷനുണ്ട്. വൈകിട്ട് 5:30 നമ്മുടെ പൊതുയോഗം ആരംഭിക്കുന്നത്. ഈ വിഷയങ്ങളെ ഒഫീഷ്യലായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 2:15 2:30 നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് പ്രത്യേകം റൂമിൽ ക്രമീകരിക്കും. എല്ലാ പാസ്റ്റേഴ്സും സഭയുടെ പ്രതികൾക്കും അതിൽ പങ്കെടുക്കാം. ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ UK പാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ആ ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാം. ജനറൽ ബോഡിയിൽ ഒരു പുതിയ പ്രമേയം പാസ്സാക്കി കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലുള്ള വ്യത്യസ്തമായി ഒരു ബാക്ക് പൊളിറ്റീഷ്യൽ ജോബ് ഇല്ലാത്ത ഒരു തലമുറയിലായത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാ സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ആവശ്യമായതുകൊണ്ട് ആ വിധത്തിലൊരു പ്രമേയം ജനറൽ ബോഡി കൊണ്ടുവരുവാനും അങ്ങനെ പ്രാർത്ഥിപ്പാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എനിക്ക് പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം എന്നൊരു ബാക്ക് വർക്കൗട്ട് എല്ലാ കാലത്തും 2 വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട്. എന്നെ ഒന്ന് സഹായിച്ചോണം, എന്നെ സപ്പോർട്ട് ചെയ്തോണം, എനിക്ക് വേണ്ടി നിന്നോണം എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രം. അതുകൊണ്ടാണ് നമ്മുടെ പല തലമുറകളും MBയിൽ കടന്നു വരാത്തത്. നമുക്കിനി അങ്ങനെ ഒരു ചരിത്രം ഈ പ്രസ്ഥാനത്തിൽ വേണ്ട എന്ന് വിശ്വസിക്കുന്നവർ ആത്മാർത്ഥമായി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകന്മാരെയും സഭകളെയും, അത് സ്വതന്ത്രമായിക്കൊള്ളട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കൊള്ളട്ടെ, IPC ആയിക്കോട്ടെ, ഷാരോൻ ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ, വളരെ പൊതു സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പൊതു പ്രമേയം നമ്മുടെ ജനറൽ ബോഡിയിൽ പാസ്സാക്കിയെടുത്താൽ അതനുസരിച്ച് പിന്നീടുള്ള ഒരാൾ കഴിയുമ്പോൾ അടുത്തയാളിലേക്ക് ഓട്ടോമാറ്റിക് നോമിനേഷൻസ് റോട്ടോ സ്കെഡ്യൂൾ ചെയ്യുന്ന വിധത്തിലോട്ട് ലീഡർഷിപ്പ് വരികയും ദൈവം ഓരോരുത്തർക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിലും പ്രവർത്തനങ്ങളിലും ഈ മൂവ്മെന്റ് പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും പൊതുസമൂഹത്തിന്റെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ആരെയും ഇകഴ്ത്തിയിട്ട് ഒരാൾ പ്രസിഡന്റ് ആകത്തില്ല, ഒരാളെ താഴ്ത്തി വെച്ചിട്ട് മറ്റൊരാൾ പ്രസിഡന്റായി പെന്തക്കോസ്ത് മുന്നിൽ നിൽക്കുകയില്ല. പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒന്നിച്ചാണ് ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കെയും താഴ്ത്തി വെക്കാനോ ഇകഴ്ത്തി വെക്കുവാനോ എനിക്കോ ഇവിടെയുള്ള ആർക്കും സാധ്യമല്ല.
പരിശുദ്ധാത്മാവാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് അങ്ങനെ ജെൻഡർ ബോഡിയിൽ ഒരു നല്ല പ്രമേയം കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഈ കമ്മിറ്റിയെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആ ബന്ധത്തിൽ ഒരു പ്രമേയം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മറ്റൊരു പ്രമേയം കൂടെ ജെൻഡർ ബോഡി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ പറയുവാൻ കാരണം, ജെൻഡർ ബോഡിയിൽ പങ്കെടുക്കുന്ന പാസ്റ്റേഴ്സ് ചിലപ്പോൾ റോങ് ഇൻഫർമേഷൻ ആയിരിക്കും പുറത്തു പറയുന്നത്. പാടില്ല. അതുകൊണ്ട് തന്നെ റൈറ്റ് ഇൻഫർമേഷനാണ് നൽകുന്നത്. 15% ജെൻഡർ ബോഡിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യമാണ്. യുവജനങ്ങൾ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളിലും അനോയിന്റഡായ ലീഡേഴ്സ് ഉണ്ട്. അവർക്ക് മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് ജെൻഡർ ബോഡിയിൽ ഉണ്ടാകണം. അവരുടെ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും കൺസേണുകളും ശുശ്രൂഷകളും അവർക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി മെൻറ്റർ ചെയ്യുവാൻ എല്ലാ സഭകളിലും പാസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാ സംഘടനകളിലും ലീഡേഴ്സ് ഉണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിൽ വളരെ യങ്സ്റ്റേഴ്സിൻ്റെ വലിയൊരു കൂട്ടമുള്ളത് കൊണ്ട് അവരെയും കൂടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹൗസിൽ കൂട്ടിക്കൊണ്ട് അവരുടെ കഴിവുകൾ, അവരുടെ ശുശ്രൂഷകൾ, അവരുടെ പ്ലാനുകൾ, അവരുടെ കൺസേണുകൾ നാം ഇൻപുട്ട് ചെയ്താൽ മലയാളി പെന്തക്കോസ്ത് സമൂഹം ഒരു കൂട്ടം അപ്പച്ചന്മാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രായമുള്ളവരുടെ സംഭവമായി മാത്രം മാറാതെ നമ്മുടെ യുവതലമുറയും കൂടെ ചേർത്ത് പിടിച്ച് ഒരു പ്ലാറ്റ്ഫോം, ഒരു സ്റ്റേജ്, ഒരു ചർച്ച്, ഒരു മിനിസ്ട്രി കൊണ്ടു നടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുള്ളൊരു ദിശയിലോട്ട് എന്ത് വില കൊടുത്തും MP നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അതിനുള്ള പൂർണ്ണ പിന്തുണ ദൈവദാസന്മാർ നൽകണം, ജനം നൽകണം. ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവ് സഹായിക്കട്ടെ. ദയവായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു സക്കറിയ പാസ്റ്റർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കും. വളരെ ദൂരം യാത്ര ചെയ്താണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. പാസ്റ്റർ ബാബു സക്കറിയ പ്ലീസ്. ജെൻഡർ ബോഡി മീറ്റിംഗ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 3 റൂംസുകൾ നമുക്ക് മുകളിലുണ്ട്. അതിലേതെങ്കിലും റൂം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ അറിയിക്കുന്നു, എല്ലാ പാസ്റ്റേഴ്സും അങ്ങനെയുള്ള പങ്കെടുക്കുന്നവർ ദയവായിട്ട് നിങ്ങൾ ലിങ്ക് രജിസ്റ്റർ ചെയ്യണം. കാരണം നിങ്ങൾ ആരാണ്, നിങ്ങൾ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് ആ ക്രമീകരണം ചെയ്യുന്നത്. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരുടെ ഡൊണേഷനും സംഭാവനകളും നിങ്ങളുടെ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായി റിസപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരും വന്ന് പൈസ തരണമേ, ഡൊണേഷൻ തരണം ഒരു പാസ്റ്ററോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വമേധയാ സംഭാവനകൾ, ശുശ്രൂഷകളും നിങ്ങൾ നൽകുന്നത് ഈ പ്രസ്ഥാനത്തിന് വലിയ അനുഗ്രഹമാണ്. ആൾക്കാർ പറയും, പാസ്റ്ററെ പോയി ചോദിക്ക്. എന്താ ഈ പറയുന്നത്? ചോദിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ ബാധ്യതയുണ്ട്. നമ്മളെല്ലാ പാസ്റ്റേഴ്സും ലീഡേഴ്സും സഭാപ്രതിനിധികളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒരല്പം, ഇത്രയും വളരെ ബാഹുല്യമായൊരു ശുശ്രൂഷയാണ് ഇവിടെ നമ്മൾ കണ്ടത്. കർത്താവ് സഹായിക്കട്ടെ. പ്ലീസ് കർത്താവ് പാസ്റ്റർ കൂടെ മുൻപോട്ട് വരും പ്ലീസ്. നമ്മൾ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഫുഡിന് വേണ്ടി കടന്നു പോവുകയാണ്. ഫുഡിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ക്വിക്ക്ലി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. വെളിയിൽ 3 കൗണ്ടേഴ്സ് ഉണ്ട് ഫുഡിന് വേണ്ടി. ഫുഡ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വേസ്റ്റ് മാനേജ്മെൻറ്റ്. നിങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പാലിക്കണം. പ്ലേറ്റ്സ്, സ്പൂൺസ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ സഹോദരങ്ങൾ നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്താൽ മതി. നിങ്ങൾ കഴിച്ചിട്ടുള്ള പ്ലേറ്റ് അവരത് സെഗ്രിഗേറ്റ് ചെയ്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ്. പ്ലീസ് അത് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ 2-3 കാറുകൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ പാർക്ക് ചെയ്തെടുത്തു ഒന്ന് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ പെനാൽറ്റി കിട്ടും. അതുപോലെ തന്നെ ഷാജൻ പാസ്റ്ററിൻ്റെ വണ്ടിയോടെ ഒന്ന് മാറ്റണം പ്ലീസ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബാബു സക്കറിയ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പകൽവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മലയാളി പെന്തക്കോസ്ത് അസോസിയേഷൻ്റെ 22ാമത് കോൺഫറൻസിൻ്റെ 2ാമത്തെ പകലിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഈ പകൽക്കാലം കർത്താവ് നൽകിയ ആത്മീയ സന്തോഷത്തിനും ആത്മബലത്തിനുമായിട്ട് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അഭിഷിക്തന്മാരെ ഏൽപ്പിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. തുടർന്നുള്ള സമയവും കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.